ഹലോ നമസ്കാരം. നമുക്കൊന്ന് പോണ്ടിച്ചേരിക്ക് പോയാലോ? ചെന്നൈയിൽ നിന്ന് ഒരു 3.5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്താൽ നമ്മൾ പോണ്ടിച്ചേരി എത്തും. ഇന്ന് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ബീച്ചസ് ആണ്. ആദ്യം നമ്മൾ പോകുന്നത് പാരഡൈസ് ബീച്ചിലോട്ടാണ്. പാരഡൈസ് ബീച്ചിൽ പോകണമെങ്കിൽ നമ്മൾ ആദ്യം ചുനമ്പാർ ബോട്ട് ഹൗസിലെത്തണം. അവിടുന്ന് നമ്മൾ ബോട്ടിൽ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാരഡൈസ് ബീച്ചിലെത്തും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ പറ്റും. സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ലൈഫ് ഗാർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോയി എല്ലാവരും കൂടെ അവിടെ ചെന്നിരുന്ന് കഴിക്കാനൊക്കെ പറ്റും. പിന്നെ അവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ചു നേരമൊക്കെ വെള്ളത്തിലൊക്കെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്നപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഫ്രീ ആയിട്ട് തിരിച്ചു പോന്നു. റൂമിൽ പോയിട്ട് കുറച്ചു നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഈവനിങ് ആദ്യം പോയത് വൈറ്റ് ടൗണിലോട്ടാണ്. അവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ പഴയ ഫ്രഞ്ച് ഇതൊരു സെറ്റിൽമെന്റ് ആണ്. ഫ്രഞ്ച് രീതിയിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അന്നത്തെ പഴയ ബിൽഡിങ്സ് ഒക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പല കളേഴ്സിലുള്ള ബിൽഡിങ്സ് കാണാൻ പറ്റും. അതുപോലെ ബൊഗൈൻ വില്ലകൾ ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള വലിയ വീടുകൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സാധാരണ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആർക്കിടെക്ചറാണ് അവിടുത്തേത്. അത് കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാം. നല്ല തിരക്കാണ് അവിടെ. നമ്മളൊരു ഫോട്ടോ എടുക്കണമെങ്കിലും കുറെ നേരമൊക്കെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പണ്ട് ഇവിടെ ഫ്രഞ്ചുകാരുടെ കോളനി ആയിരുന്ന സമയത്ത് വൈറ്റ് പീപ്പിൾ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ വൈറ്റ് ടൗൺ എന്ന് പറയുന്നത്. ആ സമയത്ത് ലോക്കൽ തമിഴ് ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയനെ ബ്ലാക്ക് ടൗൺ എന്ന് പറഞ്ഞിട്ട് വർണ്ണവിവേചനമാണ് ശരിക്കും പറഞ്ഞ 2 ടൗൺ എന്ന് പറയുന്നത്. വൈറ്റ് ടൗണിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ള റോക്ക് ബീച്ചിലോട്ടാണ്. ബീച്ചിന്റെ മുന്നിലൂടെയുള്ള റോഡിൽ നമുക്ക് നടക്കാനൊക്കെ പറ്റും. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലൂടെ വണ്ടികളൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് നമുക്കങ്ങനെ ഈവനിങ്ങിൽ നൈറ്റൊക്കെ വരെ നമുക്ക് അവിടെ ഇരിക്കാം. ബീച്ചിന്റെ അടുത്തായിട്ട് തന്നെ ഒത്തിരി കഫേകളും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. അതുപോലെ അവിടെ തന്നെയാണ് ഗാന്ധി സ്റ്റാച്ചുവും വാർ മെമ്മോറിയലും ലൈറ്റ് ഹൗസും. പിന്നെ അതിന്റെ അടുത്ത് തന്നെ പാർക്കും ഉണ്ട്. ഇത് പോണ്ടിച്ചേരിയിലെ തന്നെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് ഞങ്ങൾ രാത്രി കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലോട്ട് പോയി. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ പോകാൻ വിചാരിച്ചത് ഈഡൻ ബീച്ചിലോട്ടാണ്. ഈഡൻ ബീച്ച് മെയിൻ സെന്ററിന്റെ അവിടുന്ന് ഒരു 10 കിലോമീറ്റേഴ്സോളം ദൂരമുണ്ട്. ഇതിൽ നല്ല 2 സൈഡിലും ബാക്ക് വാട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതിന് ചുറ്റും തെങ്ങൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു സ്ഥലമൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ബീച്ചിലെത്താറാകുമ്പോൾ ഒരു ആർച്ച് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ്. അതുപോലെ സേഫുമാണ്. അവിടെ ലൈഫ് ഗാർഡ്സ് ഒക്കെ ഉണ്ട് അവിടെയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് വന്ന് സാധനമൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് ബൈ ബൈ പറഞ്ഞ് ചെന്നൈക്ക് തിരിച്ചു പോകുന്നു. നിങ്ങളും പറ്റിയാൽ ഒരു പ്രാവശ്യം പോണ്ടിച്ചേരിയൊക്കെ വിസിറ്റ് ചെയ്യും. താങ്ക് യു.